ശ്രീ ടൊവിനോ തോമസ് പറയുന്നത് കേട്ടോ. നമസ്കാരം പ്രിയരെ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അപ്പൻ തന്നെയാണ് കുടുംബത്തിന്റെ ഗൃഹനാഥൻ. സന്തോഷത്തോടെ ജീവിക്കുക, ഇന്നും ഒരു കൂട്ടുകുടുംബത്തിന്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി പറയുന്നത് എല്ലാവരും തമ്മിലുള്ള അടുപ്പവും ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മനസ്സും എല്ലാവരും അതിന്റെ വാല്യൂ മനസ്സിലാക്കുക തുടങ്ങിയ കുറെ കാര്യങ്ങൾ ഉണ്ട്. അത്ര എളുപ്പമല്ല അത്. ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവില്ല. നമുക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അങ്ങനെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്കതൊക്കെ തുറന്ന് സംസാരിക്കാനായിട്ട് ഒരാളെങ്കിലും അവിടെ ഉണ്ടാവും. പിന്നെ ഞാൻ ഇതങ്ങനെ പ്ലാൻഡ് ആയിട്ട് ഒരു കൂട്ടുകുടുംബമായതല്ല. ഞങ്ങള് വളർന്നു വലുതായി. ചേച്ചി കല്യാണം കഴിച്ച് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയി, ചേട്ടൻ കല്യാണം കഴിച്ചു, ഞാനും കല്യാണം കഴിച്ചു. മാറി താമസിക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചനകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആലോചിച്ച് പിന്നെ അതിന് മെനക്കെട്ടില്ല മാറി താമസിക്കാനായിട്ട്. പിന്നെ നോക്കുന്ന സമയത്ത് ഞങ്ങൾക്കിത് ഭയങ്കര കൺവീനിയന്റ് ആയിട്ട് തോന്നി. ഞങ്ങൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ഞങ്ങളുടെ ഭാര്യമാരാണെങ്കിലും അവര് തമ്മിലും നല്ല അടുപ്പമാണ്. അവരും ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരുമായിട്ടും ഭയങ്കര അടുപ്പമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിക്കാൻ പറ്റുന്നത്. അത് കുറച്ചൊക്കെ പറയുകയാണെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗ്യവും ബ്ലെസ്സിങ്ങും ഒക്കെയാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് എടുക്കണം. എഫേർട്ട് എടുക്കാൻ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ എഫേർട്ട് എടുക്കാനൊരു മനസ്സുണ്ടാവണം. ആർക്ക് വേണ്ടിയിട്ടാണോ എഫേർട്ട് എടുക്കുന്നത്? നമ്മുടെ സ്വന്തം ഫാമിലിക്ക് വേണ്ടിയിട്ടല്ലേ. ആ എഫേർട്ട് എടുക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് എന്തിനും തയ്യാറായിട്ടുള്ള ഒരു ഇപ്പൊ ഞാനത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വീട് വെച്ച് മാറണം എന്ന് തോന്നുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അപ്പോഴും ഞങ്ങൾ ഈ കൂട്ടുകുടുംബം തന്നെ ഇപ്പൊ ഞങ്ങളൊരു 17 സെന്റിലാണ് ഞങ്ങൾ ഈ 10 പേരും കുറെ പ്രാവും കോഴിയും പട്ടിയും മീനും ലവ് ബേർഡ്സും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറച്ച് അധികം ജീവനുകൾ ആ വീട്ടിലുണ്ട്. അപ്പൊ ലോക്ക്ഡൌണിന്റെ സമയത്തൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഞങ്ങൾ വൈകുന്നേരം ചീട്ടുകളെയും ലൂഡോകളെയും ഒരുമിച്ചിരുന്ന് ഡൈനിങ് ടേബിളിൽ വട്ടോട്ടിരുന്ന് ഭക്ഷണം കുറെ നാളായിട്ടുണ്ടായിരുന്നത്. ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഉറപ്പിച്ചത് ഇത് ഈ കൂട്ടുകുടുംബമായിട്ട് ഇവിടെ നിന്ന് മാറുന്നുണ്ടെങ്കിലും മാറുന്നുള്ളൂ. ആ ലോക്ക്ഡൌണിന്റെ സമയത്ത് തന്നെയാണ് ഇച്ചിരി കൺജസ്റ്റഡ് ആയി. ഒരു 100 പ്രാവും സ്പേസ് ലിമിറ്റേഷൻ അത് നമുക്കും കൺജസ്റ്റഡ്, ബേർഡ്സിനും ഒക്കെ കൺജസ്റ്റഡ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ആലോചിച്ച് അപ്പന്റെ തറവാട്ട് ഓർമ്മയുണ്ട്. അവിടെ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. അത് ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് അകത്തോട്ട് പോകണമായിരിക്കും. പക്ഷെ അകത്തോട്ട് പോയാലും പുറത്തോട്ട് വരാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഇന്നുണ്ട്. നമുക്ക് യാത്രാ സൗകര്യങ്ങളും ഒക്കെ നമുക്കുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അപ്പന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഗോയിങ് ബാക്ക് ടു റൂട്ട്സ്, നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് വെച്ചാൽ അപ്പൻ ജനിച്ചു വളർന്ന ആ പറമ്പിലാണ് ഞങ്ങള് ഇപ്പൊ വീട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. അതും നോക്കി നടക്കുന്ന ഗൃഹനാഥകളിൽ എന്റെ അപ്പൻ തന്നെയാണ്. എനിക്കിതിലൊന്നും അങ്ങനെ അത്രയും സ്ട്രെസ് ഒന്നും എടുക്കാൻ പറ്റുന്ന ആളല്ല. പിന്നെ ചേട്ടനും സ്വാഭാവികമായിട്ടും ഉണ്ട്. അപ്പോ ചേട്ടൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. പിന്നെ ഒരു പോയിന്റില് എനിക്കിത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായപ്പോ എനിക്ക് അഭിനയം ഹാൻഡിൽ ചെയ്യാം, അതല്ലാതെ ഇതിന്റെ ചുറ്റുമുള്ള ഈ എൻവയോൺമെന്റ് മൊത്തം ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ ചേട്ടൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് എന്റെ കൂടെ കൂടി ഇപ്പൊ എന്റെ പ്രൊഡക്ഷൻ ഹെഡ് ചെയ്യുന്നത് ചേട്ടനും എന്റെ മാനേജർ ഗോകുലും കൂടിയിട്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പേരിന് ഗൃഹനാഥൻ അല്ലെങ്കിലും അപ്പനാണ് ഗൃഹനാഥൻ എന്നുണ്ടെങ്കിലും ഇത്രയും 10 പേരുടെ കാര്യം അപ്പന് മാത്രം നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ചേട്ടനാണ് എന്താ പറയാ ഇപ്പോഴത്തെ അവിടുത്തെ എനിക്ക് അവിടെ നേരിട്ട് ചെന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ചേട്ടൻ അവിടെ എന്റെ ആളായിട്ട് നിന്ന് ചെയ്യുന്നുണ്ട്. ഭയങ്കര സപ്പോർട്ട് സിസ്റ്റമാണ് ചേട്ടൻ. ഞാൻ പറഞ്ഞ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു അതിലും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ബ്രിങ്ങിങ് അപ്പിന്റെ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കൂട്ടുകുടുംബമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നതും ബ്രിങ്ങിങ് അപ്പിന്റെ തന്നെയാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ ആർക്കെങ്കിലും ഒരു ചോക്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ക്ലാസ്സിൽ ആർക്കെങ്കിലും ഒരു ബർത്ത്ഡേ ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ചോക്ലേറ്റ് കിട്ടുമല്ലോ. ക്ലാസ്സിൽ എല്ലാവർക്കും ഒരു ചെറിയ എക്ലെയർ ഒക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും അത് ഉടനെ വിളിച്ച് വായിലിടും. പക്ഷെ ഞാൻ മാത്രം ഇങ്ങനെ വീട്ടിൽ കാര്യം എന്റെ വീട്ടിലൊരു റൂളുണ്ട്, അതങ്ങനെ കഴിക്കാൻ പാടില്ല. വീട്ടിൽ കൊണ്ടുവരണം, അത് 3ആയിട്ട് മുറിക്കണം. ഒരു കഷ്ണം ചേട്ടന് കൊടുക്കണം, ഒരു കഷ്ണം ചേച്ചി കൊടുക്കണം, ഒരു കഷ്ണം എനിക്ക് കഴിക്കാം. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നിയത്. എനിക്ക് കിട്ടിയ ചോക്ലേറ്റ് അല്ലേ, അവർക്ക് കൊടുക്കാൻ എന്തിനാ എന്നാണ് ആലോചിച്ചത്. പിന്നെ വളർന്നു വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ആ ചോക്ലേറ്റിന്റെ രുചി എനിക്ക് ചോക്ലേറ്റ് കിട്ടുമ്പോഴും അറിയാം, ചേട്ടന് കിട്ടുമ്പോഴും അറിയാം, ചേച്ചി കിട്ടുമ്പോഴും അറിയാം. ആ ചോക്ലേറ്റിന്റെ രുചിയെങ്കിലും അറിയാനുള്ള ആ ഒരു 3ആയിട്ട് ഞങ്ങൾ ഭാഗം വെച്ച് കഴിക്കുന്ന ഒരു ശീലമായിട്ട് മാറിയിട്ടുണ്ടായി. ആ ശീലം ഞങ്ങളെ തമ്മിൽ ഭയങ്കരമായിട്ട് അടുപ്പിച്ചിട്ടുണ്ടാവും. എന്താ പറയുമ്പോൾ ഒരു കുഞ്ഞു ഹാബിറ്റിന്റെ കാര്യമാണ് പറയണത്. വലിയ ആനക്കാര്യം പോലും അല്ല, ഒരു കുഞ്ഞു ഹാബിറ്റാണ്. ആ കുഞ്ഞു ഹാബിറ്റ് ഞങ്ങളിലുണ്ടാക്കിയ ഒരു ഷെയറിങ് മനോഭാവം ഭയങ്കര അടിപൊളിയാണ്. അത് കാരണം കൊണ്ട് ഞാനും ചേട്ടനും ചേച്ചി ഭയങ്കര ക്ലോസ് ആണ്. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ തുടർന്നും അങ്ങനെ ഹാപ്പി ആയിട്ട് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നതിന് ഒരു കാരണം ഈ പാരന്റ്സ് അന്ന് പാരന്റിംഗിൽ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു കുഞ്ഞു ഹാബിറ്റാണ്.